ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർ ഫാമിലി. അപ്പോൾ ചേച്ചി ട്യൂഷൻ പോയേക്കാണ്. അപ്പോൾ ഞങ്ങളിവിടെ അപ്പോൾ ഞങ്ങൾ പാടത്തേക്ക് പോവാണ് ഗൈസ്, പയറ് പൊട്ടിക്കാൻ വേണ്ടി. ഒരു പയറ് പൊട്ടിക്കുന്ന വീഡിയോ എടുത്തുണ്ടാടുന്നു. ഇത് വേറെ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ പോവാണ്. ചേച്ചി ഇല്ലല്ലോ. ഞങ്ങൾ പോയിട്ട് ചിലപ്പോൾ ചേച്ചി വരുമോ? അച്ഛൻ വരുന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ പോവുകയാണ്. പടത്തേക്ക് പോവാണ്. ഞാൻ ബാക്കിലിരിക്കട്ടെ, വീഡിയോ എടുക്കണ്ടിട്ടാ. അപ്പൊ ഞാൻ ബാക്ക് ഒരാളെ മാറ്റാം, അമ്മേനെ മാറ്റാം. അപ്പൊ ഗൈസ് നമ്മൾ എത്തി. ഞാൻ പറഞ്ഞല്ലേ ഇത്തിരൊക്കെ എടുത്താന്ന്. ഞാൻ പറഞ്ഞില്ലേ നല്ല വ്യൂ ആണ്, പാടം വീഡിയാണ് ഇവിടുത്തെ. ഞാൻ എന്നും വരുമ്പോൾ ഈ സ്ഥലത്തേക്ക് ഇറങ്ങും. അല്ല, എന്നല്ല, ചില ദിവസങ്ങളിൽ വന്നിട്ട് ഞാൻ ഇവിടേക്ക് ഇറങ്ങും. നീ കാണിച്ചു തരട്ടെ. ഓക്കെ, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, ഞാനപ്പോൾ ബാക്ക് ക്യാമറ എടുക്കട്ടെ. ഗൈസ് ഇത് നോക്കൂ, നല്ല ഭംഗിയുണ്ട്. ഞാനൊരു കാര്യം കാണിച്ചതാ. നല്ല ഭംഗിയുണ്ട് ഗൈസ്. അപ്പോൾ അമ്മ നിൽക്കുന്നുണ്ട്. ഇതൊരു കല്ലൊക്കെ വെച്ചിട്ട് പണിതേക്കുന്നതാണ്. പിന്നെ ഇത് നല്ല അത് ഗൈസ്, ഞാനൊരു വീഡിയോ എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഗ്യാസ് നടക്കാണ്. നല്ല വ്യൂ ആണ്. ഇനി തൊട്ട് പയർ നട്ടേക്കുന്നതാണ് കാണുന്നത്. കണ്ടോ അമ്മ, ഇതിന് പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. നീ നേരെ നോക്കി നടക്ക്, അല്ലെങ്കിൽ വീഴും. അതെനിക്ക് പറയാനുള്ളത്. എല്ലാരും നോക്കാണ്. പച്ചപ്പാണ്. നല്ലതായി, നല്ല പയറായി. മറ്റേ പയർ നീ നേരെ നോക്കി നടന്നേ. മത്തങ്ങയൊക്കെ നട്ടുണ്ട് ഗേസ്. നോക്ക് ഗേസ്, കണ്ടോ ഗേസ്? ആളെ മറ്റേ പിങ്ക് പയറ് ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നത്. കുറേ ആദ്യമായിട്ടല്ല കേട്ടോ കാണുന്നത്. ഗ്രീനും കണ്ടിട്ടുണ്ട്, പർപ്പിളും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങളുടെ പാടം. അപ്പോൾ ഇതൊക്കെ നെല്ലാണ്. ഇതിനാണ് എൻ്റെ അടിക്ക് ഇറങ്ങിയേക്കാണ്. നെല്ലിൻ്റെ അല്ല, പക്ഷെ ഇവിടെ ഒരു പാലം പോലത്തെ ഉണ്ട്. നമുക്ക് നല്ല സ്പ്രോഞ്ച് പോലെ. നമ്മള് പയർ പൊട്ടിക്കാനും അതിനൊക്കെ നോക്കാനും വേണ്ടിട്ട് അല്ലേ? അപ്പൊ ഗൈസ് ഗൈസ് അമ്മ നമ്മൾ പാടത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛൻ്റെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഗൈസ് ഈ പയർ ആരാണ് ഇങ്ങനെ വെച്ചത്? അതാ വേറെ ആൾക്കാരെ, നമ്മളുടെ അല്ല. അത് ഇങ്ങനെ നിൽക്കണം. ഞാൻ വേണേൽ ചവിട്ടി. അതെ, അതൊക്കെ ശരിയാ. ചവിട്ടാണെങ്കിൽ പിന്നെ കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. അവിടെ പോവണ്ട, നമ്മുടെ സ്ഥലമല്ല അത്. അതിലെ പോവണ്ട. ഇത് ഇപ്പുറത്തേക്ക് നീ വേണ്ട, നീ ചാടണ്ട. അങ്ങോട്ട് പോരെ, അച്ഛൻ പിടിച്ചോണ്ട് വരും. കുറേ പയറും കൂട്ടുകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് മാറ്റാൻ വേണ്ടി, പക്ഷെ മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല.
ഗൈസ് ഒരു കാര്യം ഞാൻ പറയാം ഗൈസ്, ഇത് നോക്കൂ, എല്ലാവരും കൂടി ഇതല്ല കേട്ടോ, ഇതെല്ലാതും ഇവർ പൊട്ടിച്ചതാണ്. ഗൈസ് നോക്കൂ, ഇത് കുറച്ചും കൂടി. ഗൈസ് നോക്കൂ, ഇതൊരു കടയ്ക്ക് കൊടുക്കാനുള്ള സാധനമായി, വിൽക്കാൻ പറ്റും അല്ലേ? നമുക്ക് കറി വെക്കാനാ. നോക്ക് ഗൈസ് നോക്ക്, ഇതെന്തോരാണ് അമ്മ, ഇതെന്തോരാ ഗൈസ്? ഇതൊക്കെ ഞങ്ങൾ നട്ടതാണ്, നമ്മുടെ ഇല്ലേ അമ്മ പിടിക്കാം. ഗൈസ് അപ്പൊ ഗൈസ് ഇത് ഇവരൊക്കെ പൊട്ടിച്ചതാണ്. പിന്നെ അച്ഛൻ നട്ടത് വളർന്ന് ഇത്രയൊക്കെയായി. ഇതിന് വെയിലൊക്കെ കിട്ടിയോണ്ട് ഇത് ഇനി ആദ്യമ പടർന്നിട്ടുണ്ട്. കാണിച്ചു കൊടുക്ക്, കണ്ട പടർന്നേക്കുന്നത് മുകളിലൊക്കെ കാണാൻ പറ്റുന്നത്. മുൻപ് കണ്ടിട്ടുള്ളതാ. ഇന്ന് ഇത്രയും പയർ കിട്ടിയില്ലേ? ഇന്ന് കുറെ പയർ കിട്ടി, അല്ലെങ്കിൽ നമ്മൾ വരുമ്പോ ഇത്രയും ഒക്കെ കിട്ടുള്ളൂ. ഇന്ന് ഇത്രയും ഒരു കടയ്ക്ക് കൊടുത്തിട്ട് വിൽക്കാൻ പറ്റുന്നത്, ഒരു കുഞ്ഞൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ വിൽക്കാം. നീ പോണ്ട, നീ ഇത് കൊടുക്കണ്ട, വിൽക്കണണ്ട. വിൽക്കണോ? ആർക്കാ വിൽക്കുക? വിൽക്കുന്നത് ആർക്കാ? ആർക്കാ വിൽക്കുക? നമുക്ക് ഒരു 2 കമ്പി വെക്കുക. എന്നിട്ട് അവിടെ മുകളിൽ ഇങ്ങനെ ഷീറ്റ് കെട്ടിയിട്ട് ഇവിടെ കസാര ഇടുക, ഒരു ടേബിൾ ഇടുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ 2 പാത്രം വെക്കുക, ഈ പയർ വെക്കുക. എന്നിട്ട് അവിടെ ഒരു വള്ളി കെട്ടിയിട്ട് ബോർഡിൽ എഴുതുക 5-4 അങ്ങനെ എഴുതിയല്ലോ. എന്തിനാ 5-4? ഇതിന്റെ വില 5 രൂപയാ? 4-5